ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഫ്രോക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എപ്പോഴത്തെയും പോലെ തന്നെ പരാഗ് എന്നാണ് ഞാൻ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. ഇത് യോഗ് പാഷനിലേക്ക് വേണ്ടിയിട്ട് എടുത്ത ഒരു വർക്കുള്ള മെറ്റീരിയലാണ്. അത് 700 സംതിങ് റേറ്റ് എന്തോ അതിന് റേറ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ സാറ്റിൻ എടുത്തിട്ടുണ്ട്, അതുപോലെ ലൈനിങ് നെറ്റ് പ്ലെയിൻ നെറ്റ് വാങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ കോട്ടൻ്റെ ലൈനിങ്ങും ഉണ്ട് ഇതിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ നമുക്കിനി കട്ടിങ്ങിലേക്ക് പോകാം. ഇത് യോക്കിന് വേണ്ടിയിട്ട് 11 ഇഞ്ച് ലെങ്ത്തും ഒരു 16 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു പീസ് ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ട് ഒരു 15 ഇഞ്ച് വീതിയും 11 ലെങ്ത്ത് കറക്റ്റ്, രണ്ടും സെയിം തന്നെ 11 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്, യോക്കിൻ്റെ ലെങ്ത്ത്. ഇതിനൊന്ന് നടുവേ മടക്കി വെക്കാം. ബാക്കിൽ 1 ഇഞ്ച് കൂടുതൽ എടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സിബ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ആ 1 ഇഞ്ചിന് നമുക്ക് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ നടുഭാഗം മടക്കിയിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനൊന്ന് ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. ബാക്കിൽ സിബ് വെക്കുന്നതുകൊണ്ടാണ് ഫ്രണ്ടിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ എടുത്തത്. ആ മടക്കി വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ട് എടുത്തതും കൂടി നടുവ് മടക്കിയിട്ട് എടുത്ത് വെക്കാം. ഈ മാർക്കിംഗ് ഒക്കെ ഒരുമിച്ച് ചെയ്യാം. 4.5 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിരിക്കുന്നത്, 5 ഇഞ്ച് ആം ഹോൾ. ഇത് ഒരു 4 വയസ്സിൻ്റെ മെഷർമെൻറ്റിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. 5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്യുക. ഷോൾഡർ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നേരെ താഴത്തേക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി അതൊരു ലൈൻ വരയ്ക്കാം ഇതുപോലെ. ആ ലൈനിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ ചെസ്റ്റ് റൗണ്ട് അതിൻ്റെ 4/1, അതിൻ്റെ കൂടെ ഒരു 1.25 ഇഞ്ചോളം ഇത് സീം അലവൻസും കൂടി മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ ഇനി വേസ്റ്റ് ലൈനും അതുപോലെ മാർക്ക് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഞാനിതിൻ്റെ ഒന്ന് ആം ഹോളൊന്ന് കേർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അതിന് നമുക്ക് വേസ്റ്റ് ലൈൻ അതുപോലെ അടയാളപ്പെടുത്താം. ഒരു 5.25 പ്ലസ് ഒരു 1.25 ഇഞ്ച്, 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ചോ സീം അലവൻസും ചേർത്തിട്ട് അത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം. താഴേന്നൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഉടുപ്പല്ലേ താഴത്തേക്ക്, അപ്പോൾ അത് തൂങ്ങിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഫ്രണ്ട് നെക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബോക്സ് പോലെ വരച്ചിട്ട് ഫ്രണ്ട് നെക്കിന് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ആ ഒരു ചോക്ക് ഞാൻ മാറ്റി, അത് കൈ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് നെക്ക്. ഇപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? ഇനി ഒരു ഷോൾഡർ സ്ലോപ്പും കൂടി ഒരു 4 ഇഞ്ച് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതങ്ങോട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്ക് നെക്കും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാം കേട്ടോ. ഇത്രയും മെഷർമെൻറ്റ്സ് എല്ലാം ഒരുമിച്ച് തന്നെ മാർക്ക് ചെയ്തെടുത്താൽ മതി. ബാക്കി നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ചെയ്യാം. അപ്പോൾ നെക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ലേ, നെക്ക് ഞാൻ വേറെയാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് രണ്ടും സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം മാത്രം നെക്ക് കട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ബാക്ക് പാർട്ട് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആ വിഡ്ത്ത് എത്രയാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ബാക്ക് പാർട്ട് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിലെ നെക്കൊന്ന് ഷേപ്പ് കുഴിച്ച് വെട്ടിയെടുക്കാം. നമുക്കിതിനി മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഞാൻ ഈ സൈഡിലും കൂടെ ആ ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ, നമ്മുടെ അളവ്, അതൊന്ന് വരച്ചു കൊടുക്കാവേ. നമുക്ക് തയ്ക്കുന്ന സമയത്ത് പിന്നെ അത് ചപ്പിപ്പോണ്ടല്ലോ. നമ്മൾ ആ ഒരു നെക്കിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, ആ ഭാഗത്തു നിന്ന് അവിടെ നിന്ന് താഴത്തേക്കൊരു ലൈൻ വരച്ചു കൊടുക്കുക. ബാക്കിനൊക്കെ ഞാനൊരു V ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ലെങ്ത്ത് ഞാനൊരു 4.5 ഇഞ്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ 4.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം ലെങ്ത്ത്. അതിനതൊന്ന് ബോക്സായിട്ട് വരയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു V നെക്കിൻ്റെ ഷേപ്പ് അവിടെ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ V നെക്ക് കൊടുക്കുക. അത് ഞാൻ V ഇങ്ങനെ വരച്ചതിന് ശേഷം അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്തോടെ ഇങ്ങനെ ഒരു ഷേപ്പ് ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ആ Vയിലേക്ക് വരണ പോലെ ആക്കി കൊടുക്കുക. വെറുതെ ഇങ്ങനെ ഒരു V പോലെ വരയ്ക്കാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. ഇനി നമുക്കതങ്ങോട്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു എക്സ്ട്രാ നിൽക്കുന്നില്ല, അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ സെൻറ്റർ ഉണ്ടല്ലോ, സെൻറ്റർ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് 2 പാർട്ടായിട്ട് എടുക്കാം. നമുക്കിത് സിബ് വെച്ച് കഴിയുമ്പോൾ നമ്മളിത് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ബാക്ക് വശത്തും നമ്മുടെ മാർക്കിംഗ് ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം, 2 സൈഡിലും അതുപോലെ തന്നെ. ഇതുപോലെയാണ് ബാക്ക് പാർട്ട് വരിക. ഇനി ഇതേ വെത്തൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ലൈനിങ് മറ്റേ നല്ല തുണിയിലും സാറ്റിനിലും ഇതേ നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ലൈനിങ് വെച്ചിട്ട് നമുക്ക് നല്ല മെയിൻ ക്ലോത്തും സാറ്റിനും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സാറ്റിൻ നമുക്കിതുപോലെ സാറ്റിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട്
ജസ്റ്റ് ഒരു ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ വരച്ചൊക്കെ അത് നെക്ക് അടിച്ചതിന് ശേഷം നമുക്ക് എക്സ്ട്രാസ് എല്ലാം കട്ട് ചെയ്ത് കളയാം. അപ്പം ഞാനിതാ ഒരു ഇതിൽ ഷേപ്പിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ആ ഒരു ലെവലിൽ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു. കറക്റ്റായിട്ടുള്ളത് നമുക്ക് അടിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ബാക്കിലേക്കും വേണ്ട സാറ്റിൻ്റെ പീസ് നമ്മൾ ഇതേപോലെ എടുത്തു. ഫ്രണ്ടിൽ ഞാൻ യോക്കിന് കൊടുക്കുന്നത് ഈ വർക്കുള്ള മെറ്റീരിയലാണല്ലോ. ഇത് വാങ്ങിയത് സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ ഇത് തയ്ച്ചെടുക്കാൻ കുറച്ച് പാടായിരുന്നേ. നല്ലോണം ഈ സ്റ്റോണൊക്കെ ഉള്ളതുകൊണ്ട് ഈ നമ്മൾ അടിപ്പ് പോകുന്ന വശങ്ങൾ, സ്റ്റിച്ച് പോകുന്ന വശങ്ങളിലെല്ലാം ഉള്ള സ്റ്റോൺസ് എല്ലാം കൈകൊണ്ട് പറിച്ച് കളയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ മക്കൾക്ക് ഈ ഒരു മെറ്റീരിയൽ ഞാൻ അത്ര സജസ്റ്റ് ചെയ്യുന്നില്ല, തീരെ കുഞ്ഞു മക്കൾക്ക്. കൈയൊക്കെ ഒരയും, കുറച്ചൊരു കല്ല് പോലെ പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ഞാനിപ്പോൾ അതൊരു പാർട്ടി വെയർ, ഒരു റിസപ്ഷൻ്റെ വർക്ക്, ഒരു ഉടുപ്പായിട്ട് ചെയ്തതുകൊണ്ടാണ് ഇതെടുത്തത്. പിന്നെ ഞാൻ അത്ര അങ്ങോട്ട് ഓർത്തുമില്ല. ഇവിടെ വന്ന് നോക്കിയെടുത്ത് കയ്യിലൊക്കെ പിടിച്ച് വലിച്ചൊക്കെ നോക്കുമ്പോഴാണ് ഇത് എടുക്കേണ്ടിയിരുന്നില്ല എന്ന് പിന്നീടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അടിച്ചിട്ട് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കംഫർട്ടിൻ്റെ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ ബാക്ക് പാർട്ടിലേക്കും ഇതുപോലെ സാറ്റിനും ബാക്കിൽ പ്ലെയിൻ നെറ്റാണ് കൊടുക്കുന്നത്, വർക്ക് നെറ്റല്ല. പ്ലെയിൻ നെറ്റും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് യോക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ബോട്ടം പാർട്ടിലേക്കുള്ളത് കട്ട് ചെയ്യാം. ബോട്ടം പാർട്ടിലേക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ബാലൻസ് ഉള്ള ലൈനിങ്ങിൽ നിന്ന് ഞാനിപ്പോൾ ഇതൊരു ലൈനിങ് എടുത്തിട്ട് ഒരു 14 ഇഞ്ച് ലെങ്ത്താണ് ലൈനിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഈ 14 ഇഞ്ച് ലെങ്ത്തിൽ 2 പീസായിട്ടുണ്ടാവും ലൈനിങ് ഉണ്ടാവുക. 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, എൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. സെൻറ്ററും കൂടി കട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 2 പീസ് കിട്ടും ലൈനിങ്ങിന്. അപ്പോൾ ആ 2 പീസ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഫ്രില്ലിട്ട് ഭാഗം മടക്കി അടിച്ചിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ ലൈനിങ്. അതുപോലെ തന്നെ സാറ്റിനും കട്ട് ചെയ്യുന്നുണ്ട്. സാറ്റിന് ഞാനൊരു 13.5 ഇഞ്ച് ലെങ്ത്ത് എടുക്കുന്നുണ്ട്. സാറ്റിനും അതുപോലെ തന്നെ നമ്മൾ ആ ബാലൻസ് ഉള്ള സാറ്റിൻ ഇതുപോലെ മടക്കി ഇട്ട് കൊടുത്തിട്ട് 2 പീസായിട്ട് 2 തവണയായിട്ട് 13.5 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വീതി കുറവായിരുന്നു, അതുകൊണ്ടാണ് 2 തവണയായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഒരേ ലെങ്ത്ത് തന്നെയാണ് സാറ്റിന്. രണ്ട് ഒരേ ലെങ്ത്തുള്ള 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 2 പീസും തമ്മിൽ നടുവേ സെൻറ്റർ ജോയിൻ ചെയ്തിട്ട് നമുക്കിതും ചുരുക്കിട്ട് അടിഭാഗം മടക്കി അടിച്ച് എടുത്ത് വെക്കണം. ഇനി അടുത്തത് വേണ്ടിയിട്ട് നമുക്ക് പ്ലെയിൻ നെറ്റ് കട്ട് ചെയ്തെടുക്കാം. നെറ്റും രണ്ട് ലെയറായിട്ടാണ് ഞാനിത് നെറ്റ് കൊടുക്കുന്നത്. സെയിം ലെങ്ത്തിൽ തന്നെ 2 ലെയർ, ഒരേ ലെങ്ത്തുള്ള 2 ലെയർ നെറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് നടുവേ ഇതുപോലെ വെട്ടാനുള്ള എളുപ്പത്തിന്, മാർക്കിങ്ങിനൊക്കെ എളുപ്പത്തിന് നമ്മളിതുപോലെ വീതിയിൽ മടക്കിയിട്ട് ഇതുപോലെ മടക്കിയിടാം, ചെറുതായിട്ട് മടക്കിയിടാം. അതിനുശേഷം നമുക്ക് ആ ഏറ്റവും മേലുള്ള കരഭാഗം വരുന്നുണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 14.5 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് എടുക്കുന്നത്. 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് 14.5 എടുക്കുന്നത്. 14.5 ഇഞ്ചിൽ ആദ്യം ഒരു പീസ് കട്ട് ചെയ്തു. അതുപോലെ തന്നെ ഒരു പീസും കൂടി 14.5 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ടായിട്ടാണ് വെക്കുന്നത്. നമ്മൾ ജോയിൻ ചെയ്യുമെന്നല്ല, അല്ലാണ്ട് തന്നെ. അതിനുശേഷം 4 ഇഞ്ച് വീതിയിൽ 4 ഇഞ്ചിൽ 2 പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്ലീവിന് വേണ്ടിയിട്ടാണ്. സ്ലീവിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു മറ്റേ ഫ്രില്ല് പോലെ അടിച്ചെടുക്കുന്നുണ്ട്, പ്ലീറ്റ് സെറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നീളത്തിൽ ഈ നെറ്റിൻ്റെ ലെങ്ത്ത് വീതി എന്ന് പറയുന്നത് 2 മീറ്ററാണ് കേട്ടോ. 2 മീറ്ററാണ് പ്ലെയിൻ നെറ്റ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഞാൻ ബാക്ക് പാർട്ടിലേക്കുള്ള ചെറിയൊരു പീസ് മാത്രം എടുത്തതിന് ശേഷം ബാലൻസ് ഉള്ള നെറ്റിനെയാണ് ഇതുപോലെ കട്ട് ചെയ്ത് മടക്കി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ആ സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ പ്ലേറ്റ് ഇട്ട് കൊടുക്കാനും എളുപ്പമായിരിക്കും. കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്നിൻ്റെ ഇങ്ങനെ ഇടയിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുത്ത് നമ്മൾ മെല്ലെ ചെയ്യണം കേട്ടോ. എല്ലാം ഓരോരോ വീതിയായി പോകാൻ പാടില്ല. എല്ലാ പ്ലേറ്റ്സും ഒരു സെയിം വീതിയിൽ തന്നെ കിട്ടുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഉള്ളിലേക്ക് കയറ്റി കൊടുത്ത് വെച്ചിട്ട് കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഐഡിയയിൽ ഏകദേശം ഒന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ, നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ നമുക്ക് കുറച്ച് പ്ലേറ്റ്സ് ഇട്ട് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. ഇതുപോലെ ഉണ്ടാവും. ഇനി നമുക്കിതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. രണ്ടും കൂടി ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്ററൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് മുകൾ ഭാഗത്ത് ഒരു 3 ഇഞ്ചും താഴേക്ക് ഒരു 1.5 ഇഞ്ചും വരുന്ന രീതിയിൽ നമുക്കിതിനൊന്ന് ഷേപ്പ് ചെയ്ത് നടക്കണം. ഓക്കെ, നമുക്കൊന്ന്
കണ്ടോ? മുകളിൽ ഒരു 3 ഇഞ്ചാണ് വരേണ്ടത്, ഇതിൻ്റെ ലെങ്ത്ത് വരേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അടിഭാഗത്ത് ഒരു 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തെടുക്കുക. ആ 3 ഇഞ്ചിൽ നിന്ന് 1.5 ഇഞ്ചിലേക്ക് എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഓക്കെ, ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചതിന് ശേഷം നമുക്കത് കട്ട് ചെയ്താൽ നല്ല നീറ്റായിട്ട് നമുക്ക് സ്ലീവ് കിട്ടും. ഓക്കെ, ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക്. നല്ല വെച്ച് കൊടുത്ത് പതുക്കെ സ്ലീവ് കട്ട് ചെയ്തെടുക്കണേ, ഇല്ലെങ്കിൽ കയറി ഇറങ്ങിയൊക്കെ പോയി കഴിയുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. നല്ല ഒരേ ലെവലിൽ നിൽക്കുമ്പോഴാണ് ആ ഒരു സ്ലീവിൻ്റെ ഭംഗി കൊടുക്കുകയാണ്. ഇതേപോലെ നമ്മൾ 2 സ്ലീവും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഉണ്ടോ, നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. ഒരേ ലെവലിൽ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവേ. ഇനി നമുക്കിത് സ്റ്റിച്ചിങ്ങിലേക്ക് ബാക്ക് വശം നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ലൈനിങ് എടുത്ത് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ നല്ല ഭാഗത്ത് നമ്മുടെ മെയിൻ നെറ്റ് വെച്ചിട്ട് നെറ്റിൻ്റെ മുകളിലാണ് കോട്ടൺ ലൈനിങ് എടുത്ത് വെച്ചിരിക്കുന്നത്. ലൈനിങ് വെച്ചിട്ട് നമുക്ക് ആ ഒരു നെക്കിൻ്റെ വി ഷേപ്പ് ഉണ്ടല്ലോ, ആ വി ഷേപ്പ് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യില്ല, നമ്മൾ ആ ഒരു അരയിഞ്ച് വിട്ടിട്ടുണ്ടല്ലോ ഗ്യാപ്പ്, അതിൻ്റെ തൊട്ട് മുകളിൽ വരെ നമ്മളത് സ്റ്റിച്ച് ചെയ്യുള്ളൂ കേട്ടോ. അര ഇഞ്ച് എടുത്തെടുത്ത് നമ്മൾ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തും. കാരണം നമുക്ക് സിബ് ഇടാൻ നേരത്ത് കണ്ടോ, നമ്മൾ ആ ഒരു പോയിൻ്റ് മുതൽ മുകളിലേക്കാണ് ഞാൻ ഇത് നെക്ക് അടിക്കുന്നത്. 2 സൈഡിലും 2 വശത്തും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു ഷേപ്പിൻ്റെ അവിടെ ആ ഒരു വരെ കൊണ്ടുവന്ന് നിർത്തുക, കെട്ടിട്ട് നിർത്തുക. അതിന് ശേഷം നമുക്ക് എക്സ്ട്രാസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ആ ഒരു ലൈനിങ്ങിൻ്റെ ഒരേ ഒപ്പത്തിൽ തന്നെ ബാക്കി പീസെല്ലാം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ബാക്കി നിൽക്കുന്ന ആ എക്സ്ട്രാസ് സൈഡിലും ഒക്കെ ഉള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ തന്നെ 2 പീസും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ആ ഒരു സ്റ്റിച്ചിട്ട ഭാഗം ഉണ്ടല്ലോ, അതിന് ചെറിയ നോച്ചൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഒന്നുകൊണ്ട് മറിച്ചിടുമ്പോൾ നെക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. ഇതുപോലെ തന്നെ 2 സൈഡും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് അതുപോലെ തന്നെ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പാർട്ടിൽ ആദ്യം സാറ്റിൻ, അതിൻ്റെ മുകളിൽ മറ്റേ മെയിൻ ക്ലോത്ത്, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് ആ നെക്കിൻ്റെ ഒരു ഷേപ്പ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് ആ വരച്ച് കൊടുത്ത ഭാഗത്തുള്ള സ്റ്റോൺസൊക്കെ ഞാൻ ഇളക്കി കളഞ്ഞു കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടിയാണ് ഞാനിത് നെക്കിൻ്റെ ഷേപ്പിൽ അടിച്ചു കൊടുത്തത്. കുറച്ച് പാടായിരുന്നു ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുമ്പോൾ. ഇത് ഒട്ടിച്ചതായതുകൊണ്ട് പിന്നെ കൈ വെച്ച് ചുരണ്ടിയപ്പോൾ കിട്ടി കേട്ടോ. തുന്നി പിടിപ്പിച്ചതൊക്കെ ആണെങ്കിലാണ് നമുക്ക് കളയാൻ ബുദ്ധിമുട്ട്. അത് ഒട്ടിച്ച് വെച്ച് ഫുള്ള് ഒട്ടിക്കലായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ മെല്ലെ മെല്ലെ ചുരണ്ടി കൊടുത്തപ്പം ആ ഭാഗത്തുള്ള സ്റ്റോൺസ് ഇങ്ങനെ പറഞ്ഞു പോകുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ. ഞാൻ വിചാരിച്ചത്ര ബുദ്ധിമുട്ടുണ്ടായില്ല നെക്ക് ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ നെക്ക് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാക്കും ഫ്രണ്ടും നമുക്കിതിന് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നല്ല വശങ്ങൾ തമ്മിലും ലൈനിങ്ങുകൾ തമ്മിലും ആ ഒരു ജോയിൻറ്റുകൾ തമ്മിൽ ഒരേ ലെവലിൽ നിർത്തിയിട്ട് നല്ല വശങ്ങൾ തമ്മിലും ലൈനിങ്ങുകൾ തമ്മിലും ഇതേപോലെ മുഖാഭിമുഖം വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സീം അലവൻസ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ റെഡിമെയ്ഡിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും ഷോൾഡർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 സൈഡിലെ ഷോൾഡർ ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം വേണം നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. അടുത്തതായിട്ട് സിബ്ബാണ്. ഇൻവിസിബിൾ സിബ്ബാണ് ഞാൻ വെക്കുന്നത്. സിബ്ബ് വെക്കുന്നത് മെയിൻ ക്ലോത്തിൽ സാറ്റിനിൽ മാത്രമാണ് സിബ്ബ് അറ്റാച്ച് ചെയ്യുന്നത്. ലൈനിങ് നമുക്ക് ഇങ്ങനെ മുകളിലേക്കൊന്ന് എടുത്ത് വെക്കണം. ഇതുപോലെ ഒരു ഇൻവിസിബിൾ സിബ്ബാണ് ഞാൻ എടുത്തത്. എനിക്ക് എപ്പോഴും ഫൂട്ട് മാറ്റാനുള്ള മടി കൊണ്ട് ഞാൻ മെഷീനാണ് മാറ്റാറ്. ഞാൻ ഈ സിംഗറിൻ്റെ മെഷീൻ ഇപ്പം സിബിനും മറ്റേ ആ ഒരു ഹെമ്മിങ്ങിനും വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യുന്നത്. മറ്റേ സ്റ്റിച്ചിങ് മെഷീൻ്റെ മറ്റേ ഫൂട്ട് എനിക്ക് എപ്പോഴും എടുത്ത് മാറ്റാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ മെഷീൻ എടുത്തിട്ടാണ് സിബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ നോർമൽ മെഷീനിലാണെങ്കിൽ ഈ സിബ് നടക്കില്ല. ഇൻവിസിബിൾ സിബിൻ്റെ ഫൂട്ടുള്ള ഒന്നെങ്കിൽ ഫൂട്ട് മാറ്റണം, അല്ലെങ്കിൽ ഇതുപോലത്തെ മെഷീനാണെങ്കിൽ നമുക്ക് ഇൻവിസിബിൾ സിബ് വെക്കാൻ പറ്റും. അല്ലാത്തൊരു വിഷമിക്കേണ്ട, നമുക്ക് ബാക്കിൽ ഹുക്കോ വെക്കാം, അല്ലെങ്കിൽ മറ്റേ നോർമൽ സിബും വെക്കാൻ പറ്റും.
ഇപ്പോൾ ഞാനിത് സിബ്ബ് വെക്കാൻ വേണ്ടിയിട്ട് അടിച്ച ലൈനിങ് ഉണ്ടല്ലോ, ലൈനിങ് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ നെറ്റിൻ്റെയും സാറ്റിൻ്റെയും മുകളിൽ വെച്ചിട്ടാണ് സിബ്ബ് അറ്റാച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പം ഇളകി പോകുന്നതൊക്കെ പേടിയുണ്ടെങ്കിൽ ആദ്യം സാറ്റിനും നെറ്റും തമ്മിൽ ജസ്റ്റ് ഒന്ന് ചേർത്തടിക്കുക. അതിന് ശേഷം ഇതുപോലെ സിബ്ബ് വെച്ച് കൊടുത്തിട്ട് സിബിൻ്റെ ആ പല്ലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, പല്ലിൻ്റെ ഭാഗം ഇങ്ങനെ ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. കണ്ടോ, പല്ല് ഇങ്ങനത്തെ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വെക്കേണ്ടത്. ഇതിനും ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി അപ്പുറത്തെ സൈഡിലേക്കും വെക്കുമ്പം ആ ഒരു സൈഡിലേക്കാണ് ഇതിൻ്റെ പല്ല് വരണ ഭാഗം ഇതേപോലെ അപ്പുറത്തെ സൈഡിലേക്കായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇതിൻ്റെ പല്ല് വരേണ്ടത്. എന്നിട്ട് എടുത്ത് നേരെ ലെവലിൽ വെച്ചിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് വെച്ച് കൊടുത്താൽ മതി. എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ ഇതിന് മുൻപുള്ള എല്ലാ വീഡിയോസിലും തന്നെ മിക്ക വീഡിയോസിലും ഞാൻ ഇൻവിസിബിൾ സിബ്ബാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഉള്ള വീഡിയോസ് നമുക്ക് കാണാം. ഇത് കുറേ ലെങ്തായി പോകുന്നതുകൊണ്ടാണ് ഞാനിത് ചുരുക്കി കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു പല്ലിനോട് ചേർന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. രണ്ട് സൈഡിലും പല്ലിനോട് ചേർന്ന് വരുന്ന രീതിയിൽ, എത്രത്തോളം ചേർന്ന് വരാവോ, പല്ലിൽ കയറാൻ പാടില്ല, എത്ര ചേർന്ന് വരുന്നോ ആ രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഫൂട്ടൊക്കെ ഉണ്ടെങ്കിലാണ് നല്ല രീതിയിൽ നമുക്കിത് പെർഫെക്ഷനിൽ കിട്ടുകയുള്ളൂ. അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം ഫൂട്ട് ഇപ്പുറത്തേക്ക് സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേണം അപ്പുറ സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ രണ്ട് സൈഡും ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും സിബ്ബ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലൈനിങ് ഉണ്ടല്ലോ, നമ്മൾ മേലേക്ക് കയറ്റി വെച്ച ലൈനിങ്, അത് ഇതിൻ്റെ നേരെ ലെവലിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടിച്ച് നിർത്തിയ ഭാഗമാണ് നെക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാം. നമ്മൾ ആ ഒരു കുറച്ച് ഭാഗം വിട്ടിട്ടല്ലേ നെക്ക് അടിച്ചവിടെ നിർത്തിയിരുന്നത്. ആ നെക്കിന് ഇപ്പുറത്തെ ആ സിബ്ബും കൂടെ ചേർത്ത് അങ്ങോട്ട് അടിച്ച് സിബിൻ്റെ പല്ലുണ്ടല്ലോ, പല്ല് കഴിഞ്ഞ ഭാഗത്ത് കുത്തി നിർത്തിയിട്ട് അവിടെ നിന്ന് നേരെ താഴത്തേക്ക് സിബ്ബേ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. പല്ലിൽ കൊള്ളാണ്ട് പല്ലിൻ്റെ അപ്പുറത്ത് കൂടി, പല്ല് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് കൂടി നേരെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോവാം. അങ്ങനെ ആകുമ്പോൾ സിബിൻ്റെ ആ ഒരു സീം അലവൻസ് ഉണ്ടല്ലോ, സിബിൻ്റെ എക്സ്ട്രാ ഒന്നും പുറത്ത് കാണില്ല. മേത്ത് കുട്ടികളുടെ ദേഹത്ത് കൊണ്ടുകയറും ഒന്നും ചെയ്യില്ല. സാധാരണ ഇതുപോലത്തെ ഫ്രോക്കൊക്കെ ഇടുമ്പോൾ കുട്ടികളുടെ പരാതിയാണല്ലോ മേത്ത് കൊണ്ടു കയറുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു വിഷയം നമ്മൾ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്താൽ വരത്തില്ല. ഒന്നും കൊണ്ടുകയറാനുള്ള ഒരു സാധനങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ഒന്നും കൊണ്ടുകയറാത്ത രീതിയിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അസ്വസ്ഥത ഉണ്ടാവുമോ, ചൂടെടുക്കുക, അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, ഉള്ളിൽ നല്ല വൃത്തിയുള്ള കോട്ടണാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ലൈനിങ് ബോട്ടം ഭാഗത്തേക്കുള്ള സാറ്റിൻ ഇതുപോലെ ഒന്ന് അടിഭാഗം മടക്കി അടിച്ചെടുക്കാം. സാറ്റിൻ അടിഭാഗം മടക്കി അടിച്ചിട്ട് അതുപോലെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ലോങ് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അടിഭാഗം മടക്കി അടിച്ച് മുകൾ ഭാഗത്ത് ഒരു ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വലിച്ചു. ലോങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തുണ്ടെങ്കിൽ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കൊരു ഇച്ചിരി ലോങ് ആയിട്ടുള്ള സ്റ്റിച്ച് ഇടാം. അങ്ങനെ ആകുമ്പോൾ നമുക്കിങ്ങനെ വലിച്ചു കൊടുക്കാൻ എളുപ്പമായിരിക്കും, ഇങ്ങനെ ഫ്രില്ലിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ലൈനിങ്ങും ഇതേപോലെ തന്നെ സൈഡ് ഭാഗം രണ്ട് പീസായിട്ടുള്ള ലൈനിങ് കട്ട് ചെയ്ത് വെച്ചേ, അത് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്തിട്ട് അടിഭാഗം മടക്കി അടിച്ച് മുകളിൽ ഭാഗം ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് അരവണ്ണത്തിന് കണക്കായ രീതിയിൽ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുക. ഇതേപോലെ തന്നെ നമ്മുടെ സാറ്റിൻ ചെയ്തതുപോലെ തന്നെ സാറ്റിനും ലൈനിങ്ങും നമുക്ക് നമ്മുടെ അരവണ്ണം എത്രയാണോ അത് കണക്കായിട്ട് എടുത്ത് വെക്കാം. അതുപോലെ ബാക്കി നമ്മൾ ആ നെറ്റും അതുപോലെ തന്നെ നമ്മൾ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് റെഡിയാക്കി എടുക്കുക. ഇനി നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന സ്ലീവ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഡ്രസ്സിലേക്ക് അടിച്ച് പിടിപ്പിക്കണം. ഇതുപോലെയാണ് നമുക്ക് വരേണ്ടത്. നമ്മളിതുപോലെ തിരിച്ച് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് രണ്ട് സ്ലീവും അടിച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമ്മളിത് മറിച്ചിടുമ്പോഴാണ് നമുക്ക് സ്ലീവ് കറക്റ്റായിട്ട് കിട്ടുക. നമുക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഡ്രസ്സിലേക്ക് അടിച്ചെടുക്കാൻ. ഇതേപോലെ തന്നെ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കത് പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇനിയൊന്ന്
ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു ചെറിയ സാറ്റിൻ്റെയോ അല്ലെങ്കിൽ കോട്ടൻ്റെയോ ഇത് പീസ് ബാക്കിയുണ്ടെങ്കിൽ ക്രോസ് പീസ് പോലെ എടുത്തിട്ട് നമുക്കിതിൻ്റെ ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു പൊന്തി നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ ദേഹത്ത് കൊള്ളാത്ത രീതിയിൽ അത് നമുക്ക് ഉള്ളിലേക്ക് വച്ചിട്ടൊന്ന് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. അതിനെ ഇങ്ങനെ നടുവേ മടക്കിയിട്ട് നമ്മളിപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്തില്ലേ, അടിച്ചില്ലേ, അതിൻ്റെ മുകളിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് അതേ ലെവലിൽ തന്നെ ഒന്നും കൂടി ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് അകത്തേക്കാക്കിയിട്ട് ഒന്ന് ഈ ഒരു സ്റ്റിച്ചിങ് ഒക്കെ ഉള്ളിൽ പോകുന്ന രീതിയിൽ ആക്കിയിട്ടൊന്ന് മറിച്ചടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കുട്ടികളുടെ ഭാഗത്ത് കൊണ്ടുകയറാത്ത രീതിയിൽ കണ്ടോ ഇതേപോലെ കിട്ടിയിട്ട് നമുക്കിതിൻ്റെ സൈഡ് ജോയിൻ ചെയ്തെടുക്കണം. 2 സൈഡും ജോയിൻ ചെയ്തെടുക്കാം. അപ്പോഴും ഞാൻ ഇതുപോലെ ആ ഒരു സ്റ്റോൺസൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് കൊടുത്തിട്ടാണ് സൈഡ് ജോയിൻ ചെയ്തെടുക്കുന്നത്. കറക്റ്റ് ആ സ്റ്റിച്ച് പോകുന്ന ഭാഗത്ത് മാത്രമുള്ളത് എടുത്ത് ചുരണ്ടി കളയാണ് ചെയ്തത് കേട്ടോ. അതിന് ശേഷം നമുക്ക് 2 സൈഡും ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ ബോട്ടം ലൈൻ ബോട്ടും യോക്കും ബോട്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ലൈനിങ്ങാണ് അറ്റാച്ച് ചെയ്യുന്നത്. ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത് ഉൾവശത്ത് വെച്ചിട്ടാണ്. നമ്മുടെ യോക്കിൻ്റെ ഉൾവശത്ത് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ ആ ഒരു ഭാഗം വരില്ലേ, അതും ലൈനിങ്ങും തമ്മിൽ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടാണ് നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടം പാർട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുമല്ലോ ടോപ്പുമായിട്ട്, അതിൻ്റെ ഒരു അലവൻസും പുറത്ത് കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ദേഹത്തൊന്നും വരഭാഗത്തൊന്നും ഒന്നും കൊണ്ടു കയറാത്ത രീതിയിൽ പറ്റും. ഇങ്ങനെ നമുക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശമാണ് ആ യോക്കിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് വെക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ അടിച്ചു കഴിഞ്ഞാൽ പുറത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ ദേഹത്ത് കൊണ്ടുവരാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. നമുക്കത് ആ ലൈനിങ് നമ്മൾ അടിച്ച ലൈനിങ് ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് നല്ല വശത്ത് വെച്ചിട്ട് നമുക്കിതിൻ്റെ മെയിൻ ക്ലോത്തുകളും സാറ്റിനെല്ലാം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഇനി എന്താ അറ്റാച്ച് ചെയ്യാനുള്ളത്, നെറ്റ് ഉണ്ടല്ലോ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെറ്റ്. അപ്പോൾ അതിന് മുമ്പ് സാറ്റിൻ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. സാറ്റിൻ അരവണ്ണം കണക്കായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ പ്ലീറ്റ് സെറ്റ് ഞൊറിയിട്ട് വെക്കുകയോ ചെയ്തിട്ടുള്ളൂ കേട്ടോ. സാറ്റിൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ 2 സൈഡ് ഉണ്ടല്ലോ, സൈഡ് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ സാറ്റിൻ്റെ ഈ നൂലിങ്ങനെ വിട്ട് പോരുന്ന പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി. നമുക്കിതിൻ്റെ 2 പീസ് നെറ്റല്ലേ ഉണ്ടായിരുന്നത്, ഒന്നിൻ്റെ മുകളിലേക്ക് മറ്റൊന്ന് എടുത്ത് വെക്കുക. അതായത് ഒന്നിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. നല്ല ഉൾവശത്താണ് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ നല്ല വശമാണ് മുകളിൽ വരെ കാണുന്നത് കേട്ടോ. അത് സ്റ്റിച്ചൊക്കെ നോക്കണം കേട്ടോ. ഉൾവശത്തേക്ക് സ്റ്റിച്ചൊക്കെ ഉള്ളിൽ പോകുന്ന രീതിയിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്, പുറമേ കാണുന്ന രീതിയിൽ വരരുത്. എന്നിട്ട് ഈ നെറ്റിൻ്റെ ആ 2 പീസ് നമ്മൾ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് തമ്മിലൊന്ന് നമുക്ക് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യാം, അതങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കത് നമ്മുടെ മെയിൻ ക്ലോത്തിൽ യോക്കിൻ്റെ നല്ല വശത്തുണ്ടല്ലോ, നല്ല വശത്ത് വെച്ചിട്ടൊന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നല്ല വശവും ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കുറച്ച് കഷ്ടമാണ്, പക്ഷേ ഇപ്പോൾ നല്ല ഇതുണ്ടല്ലോ തിക്നെസ് ഉള്ളത് കൊണ്ട് കൈയൊക്കെ വെച്ച് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചൊക്കെ ലെവലിൽ പിടിച്ച് കൊടുത്തിട്ട് കുറച്ച് ക്ഷമയോടെ വേണം ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൻ്റെ സ്റ്റിച്ച് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ജോയിൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് ഈ ഒരു ലെവലിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് നോക്കിയത് കേട്ടോ. അല്ലെങ്കിൽ സെൻറ്ററിലൊക്കെ ആ ജോയിൻ ചെയ്ത ഭാഗം വന്നാൽ മോശമല്ലേ. അപ്പോൾ സൈഡിൽ തന്നെ ജോയിനും ഭാഗം വരാൻ വേണ്ടിയിട്ട് ഞാനത് ശരിക്കും നോക്കിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനി ഇതേപോലെ നിങ്ങൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ജോയിൻ്റ് ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം സൈഡ് വശത്ത് വരുന്ന രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇത് ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് റൗണ്ടിലൊന്ന് അടിച്ച് വരാം. ഇതുപോലെ ഒന്ന് കട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് ഒന്ന് പതുക്കെ നോക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു റൗണ്ടിൽ അടിച്ചെടുത്ത് ഇനി നമുക്കിതിലേക്ക് ചെയ്യാനുള്ളത് എന്താണ്, സാറ്റിൻ അറ്റാച്ച് ചെയ്തെടുക്കണം അല്ലേ. നമ്മൾ സാറ്റിൻ എടുത്തിട്ട് ഇതിപ്പം ഇതിൻ്റെ ഉൾവശത്താണ് വരേണ്ടത്. അപ്പോൾ ഇപ്പം നമ്മൾ അടിച്ച ആ നെറ്റുണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് സാറ്റിനെ ഇതുപോലെ ഇറക്കി വിടുക.
സാറ്റിൻ്റെ നല്ല വശം നെറ്റിനോട് ചേർന്ന് വരണം. അതായത് നമ്മളിപ്പോൾ തയ്ച്ച നെറ്റില്ലേ, ആ നെറ്റിനോട് ചേർന്നിരിക്കേണ്ടത് സാറ്റിൻ്റെ നല്ല വശമാണ്. സാറ്റിൻ്റെ ഉൾവശം നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ സാറ്റിൻ്റെ ഉൾവശം വരണം. അതും അതേപോലെ തന്നെ ജോയിനിങ് ഭാഗം, ജോയിൻ്റ് ചെയ്ത ഭാഗങ്ങൾ തമ്മിൽ ഈ ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എവിടെയാണോ നമ്മൾ ആ സൈഡ് ജോയിൻ ചെയ്ത ഭാഗമില്ലേ, ആ ജോയിൻ ചെയ്ത 2 സൈഡും ഒരേ ലെവലിൽ വരണം. എന്നിട്ട് അതെവിടെയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇത് വെച്ച് കൊടുത്തിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതും കൂടി വെച്ച് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല പണിയാണ്. സാറ്റിനും കൂടെ ഒക്കെ ആകുമ്പോൾ ഒന്നും കൂടി കട്ടിയുണ്ട്. അപ്പോൾ നോക്കിയിട്ട് പതുക്കെ ചെയ്യാം. ഇത് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോഴേക്കും രാത്രിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ലൈറ്റിൻ്റെ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത്. ഞാൻ കുറച്ച് ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്കിതിനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉടുപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ആ ഒരു താഴത്തേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ വർക്കുണ്ടല്ലോ, അത് മേലെ യോക്കിന് വേണ്ടിയിട്ട് വാങ്ങിച്ച പീസിൽ നിന്ന് ഇതേപോലത്തെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചധികം ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഉടുപ്പുണ്ടല്ലോ, ഉടുപ്പിനെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഞാൻ വെച്ച് നോക്കിയതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ആദ്യം ഒന്ന് വെച്ച് നോക്കി ഇതെങ്ങനെയാണ് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത്. അതുപോലെ അതിന് ശേഷം ഞാൻ നല്ല പശ വെച്ചിട്ട് B70 എന്ന് പറഞ്ഞിട്ട് 7000 പറഞ്ഞിട്ടൊരു ഗമ്മുണ്ട്, അത് വെച്ചിട്ട് ഞാൻ നല്ലോണം ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഉടുപ്പ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ഇതുപോലത്തെ മെറ്റീരിയലൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതായിരുന്നു ഞാൻ യൂസ് ചെയ്ത ഗമ്മേ. ഇതുപോലെ ഏറ്റവും ബാക്കിൽ ഞാൻ ചെറിയൊരു ബോയും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് ചെയ്തെടുക്കാം. ചെറുതോ വലുതോ ഒക്കെ ആയിട്ട് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതുപോലെ ഒരു പീസാണ്. ഞാനൊരു 8 ഇഞ്ച് വീതിയും ഒരു 6 ഇഞ്ച് 8 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയും ആ ഒരു വീതിയിലും നീളത്തിലും ഇതുപോലെ ഒന്ന് ചതുരത്തിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ കറക്റ്റ് നമ്മൾ എത്രയാണോ വരച്ചു കൊടുത്ത ആ ഒരു സ്ക്വയറിൽ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിത് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് 2 സാറ്റിനും ഒരു ലൈനിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം എക്സ്ട്രാസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ ഒരു നോച്ചിട്ട് കൊടുക്കുക. നമുക്ക് മറിച്ചിടുമ്പോൾ ഒരു വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ സാറ്റിന് വെക്കുമ്പോൾ സാറ്റിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഒരേപോലെ വെക്കണം. നല്ല വശവും ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ആ ഒരു സാറ്റിനും ഒരു ലൈനിങ്ങും മാത്രം കിട്ടുന്ന രീതിയിൽ എടുക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് സെൻറ്റർ ഭാഗം ചെറിയൊരു ഹോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു സാറ്റിന് അടിയിൽ ഉള്ളത് സാറ്റിന് കൊള്ളരുതേ, ബാക്കി 2 എണ്ണത്തിലേ കൊള്ളാവുള്ളൂ. അടിയിലുള്ളതിൽ കൊണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഓട്ടയായി പോകും. എന്നിട്ട് നമുക്കിതിനെ മറിച്ചിട്ടിട്ട് ഇതുപോലെ ചെറിയൊരു പീസും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി. ഇത് തുന്നിപ്പിടിപ്പിച്ച് അത് ബാക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു ചെറിയ ബോയാണ്. ഞാൻ നൂല് വെച്ചിട്ട് വട്ടത്തിലിങ്ങനെ ചുറ്റിയെടുത്ത് കഴിഞ്ഞപ്പോൾ അത് ഇതേപോലെ ലെവലിൽ വന്നു. ഇനി ഇതുപോലെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമുക്ക് കൈത്തുന്നൽ തുന്നി കൊടുത്താൽ നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് കിട്ടും. ഇനി അതിൻ്റെക്ക് വേണ്ടി ചെറിയൊരു വള്ളി പോലത്തെ സാധനം കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആ ഒരു ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് സൂചി നൂല് ഉപയോഗിച്ച് അതൊന്ന് തുന്നി നീറ്റായിട്ട് വെക്കാം. ഉണ്ടോ, ഇപ്പോൾ ഇതുപോലത്തെ ബോയ്സൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോസൊക്കെ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി 2 സൈഡിൽ നിന്നും കൂടി ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ബാക്ക് വശത്ത് നന്നായിട്ടൊന്ന് സൂചിയൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് തുന്നി കൊടുക്കാം. ഓക്കെ, ടൈറ്റായിട്ട് തന്നെ നിൽക്കണം കേട്ടോ, ലൂസായിട്ട് ഇളകി പോകരുത്. നമ്മളതിലേക്ക് തുന്നി പിടിപ്പിക്കാനുള്ളതാണ്. ഇതുപോലൊക്കെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെയൊക്കെ ഒരു വള്ളി പോലത്തെ ഇത് കൂടി സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു സാറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമുക്കിതിൻ്റെ നമുക്ക് എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ചുള്ള നീളം എടുക്കാം. അതിന് ശേഷം ഞാനിതിനൊന്ന് നടുവേ മടക്കി കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ വീതി കുറഞ്ഞിട്ടും രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ വീതി കൂടിയും വരുന്ന രീതിയിലാണ് ഞാനിത് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സെൻറ്ററിൽ ഞാനൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ 1 ഇഞ്ചിന്നും താഴത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഏറ്റവും അടിഭാഗത്തുനിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത്, ആ 3 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലും ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ നിന്ന് താഴേക്കാണ് ഞാൻ ആ ഷേപ്പിൽ എടുക്കുന്നത്. ഇനി നമുക്ക് ആ വീതി കുറഞ്ഞ അവിടെ നിന്ന് വീതി ഇങ്ങോട്ടേക്ക് വീതി കൂട്ടി നമുക്കിത് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടുന്ന രീതിയിൽ നമുക്കിത് വരച്ചെടുക്കാം. ഇങ്ങനെ നീളത്തിൽ കണ്ടോ, ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കാം അറ്റത്ത്. വീഡിയോയിൽ ശരിക്കും കിട്ടിയിട്ടില്ല, ക്യാമറ മാറിപ്പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു സൈഡ് വരയ്ക്കുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ചരിവ് വരുന്ന പോലെ ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതേപോലെ സെൻറ്റർ ഭാഗത്തൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മറ്റേ ആ ഒരു ബോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതാക്കില്ലേ, അതുപോലെ തന്നെ ഇതേപോലെ ആ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മറിച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വള്ളിയും റെഡിയായി. ഈ ബോയിൻ്റെ അടിയിൽ ഈ വള്ളി വരുന്ന രീതിയിൽ നമുക്കിത് ബാക്കിൽ കൈത്തുന്നൽ തുന്നിക്കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് വീഡിയോ അതൊന്നും കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ തന്നെ വീഡിയോ ഒരുപാട് ലെങ്തി ആയെന്ന് എനിക്കറിയാം. നിങ്ങളുടെ വിലയേറെ സമയമാണല്ലോ കളയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.